വെൽക്കം ടു ലീൻ കോട്ടൺ ബാഗ്സ്. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുക എന്നത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ട് നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങുകയും കാലക്രമേണ നാട്ടിലേക്ക് വന്ന് ആ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജോലി വിട്ടതിന് ശേഷം നാട്ടിൽ ഒരു ബിസിനസ് ചെയ്ത് വരുമാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവർക്കെല്ലാം അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് സാധ്യതയാണ് എന്ന് ഞാൻ പറയാൻ പോകുന്നത്. കൂടാതെ ലിസ ബിസിനസ് 2 പ്രോജക്റ്റുകളിലേക്ക് വരുന്നുണ്ട്. 2 പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അഡ്വർടൈസ്മെന്റ് മേഖലയിൽ ഇനി വരാൻ പോകുന്ന ഒരു വലിയൊരു സാധ്യതയാണ് അഡ്വർടൈസ്മെന്റ് മേഖല. ആ മേഖലയിൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഫുഡ് മേഖല, ഇത് മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ജനങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഒരു ഫുഡ് മേഖല, ടൂറിസം മേഖലയിലും അതുപോലെ ജനങ്ങൾ കൂടുന്ന ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് നമ്മളൊരു ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ബിസിനസിന്റെ ലാഭവിഹിതം ലിസ ബാഗ് ബുക്ക് ചെയ്തിരിക്കുന്ന, അതായത് ലിസ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ലിസ ബാഗ് ബുക്ക് ചെയ്തിരിക്കുന്നവർക്ക് അതിന്റെ ലാഭവിഹിതം ഡിവിഡന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പാസീവ് ഇൻകം ആയിട്ട് മാസം നല്ലൊരു വരുമാനത്തിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ആദ്യം പറഞ്ഞു, സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങുക എന്നത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അത് എന്ത് ബിസിനസ് ചെയ്യണം എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം. അപ്പോൾ ഇന്ന് പറയാൻ പറ്റുന്ന ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് പെപ്പർ പാക്കറ്റ്, അതായത് ചെറിയ പെപ്പർ പാക്കറ്റ് മാർക്കറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ കുരുമുളക് പൊടി, ഉപ്പ്, ഇതൊക്കെ ചെറിയ പാക്കറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അതൊരു ബിസിനസ് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്കുള്ളിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. 1 കിലോ കുരുമുളകിന് 900 രൂപ വരെ വിലയുണ്ട്, ഏറ്റവും ക്വാളിറ്റിയുള്ള കുരുമുളകിന്. ഈ കുരുമുളക് പൊടിച്ചു കഴിയുമ്പോൾ ഏകദേശം 1 കിലോയ്ക്ക് താഴെ നമുക്ക് കിട്ടും. ഇത് നമുക്ക് ചെറിയ പാക്കറ്റ്, അതായത് 20 ഗ്രാമിന്റെ പാക്കറ്റിൽ നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കുവാൻ സാധിക്കും. അപ്പൊ ഓരോ പാക്കറ്റ് ആയിട്ടല്ല നമ്മൾ ഇത് കൊടുക്കുന്നത്. അതൊരു ബോക്സിൽ 100 പീസ് 50 പീസിന്റെ ബോക്സ് ആക്കി നമുക്ക് ഇത് ബ്രാൻഡ് ചെയ്ത് ഹോട്ടലുകളിൽ കൊടുക്കാൻ സാധിക്കും. അപ്പൊ ചില ഹോട്ടലുകാർ നമ്മളോട് ചോദിക്കും, അവരവരുടെ ബ്രാൻഡ് ചെയ്ത്, അതായത് ഹോട്ടലിന്റെ ബ്രാൻഡ് ചെയ്ത്, റിസോർട്ടിന്റെ ആണ് റിസോർട്ടിന്റെ, ഹോട്ടലിന്റെ ആണ് ഹോട്ടലിന്റെ, ഹൗസ് ബോട്ടിന്റെ ആണ് ഹൗസ് ബോട്ടിന്റെ, അത് പ്രിന്റ് ചെയ്ത് കൊടുക്കാവോ എന്ന് ചോദിക്കും. അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിന്റെ മിഷൻ എന്ന് പറയുന്നത് ഏകദേശം 90,000 രൂപയെ വിലയുള്ളൂ. അത് കോയമ്പത്തൂരൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പം ഒരാൾക്ക് തന്നെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ഒരാൾക്ക് തന്നെ അത് മാർക്കറ്റ് ചെയ്യാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഒരുപാട് മിഷനറിയും ഒരുപാട് ആൾക്കാരെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. കൂടുതൽ ഓർഡർ വരുന്ന അനുസരിച്ച് പാക്ക് ചെയ്യാനായിട്ട് ഒക്കെ ആൾക്കാർ ചേർത്താൽ മതി. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിങ്ങൾക്ക് തന്നെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകത. വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ മുമ്പ് പറഞ്ഞു, 20 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ചെലവെന്ന് പറഞ്ഞാൽ 5 രൂപ അടുത്തേ നമുക്ക് ചെലവ് വരുന്നുള്ളൂ. അപ്പൊ അതൊരു 100 പീസ് 50 പീസിന്റെ പാക്കറ്റിൽ നിങ്ങളുടെ ലാഭവിഹിതം ആഡ് ചെയ്ത് ഒരു MRP കൊടുക്കുക. കൂടാതെ ഇത് ജനകീയമാക്കാനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ ഉപയോഗപ്പെടുത്തുക. ഞാൻ മുമ്പ് പറഞ്ഞു, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള തട്ടുകടകളിൽ ആദ്യം ഇത് സപ്ലൈ ചെയ്യുക. സപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ജനങ്ങളുടെ ആ ഒരു രീതി അനുസരിച്ച് ജനങ്ങൾ എല്ലാ ഹോട്ടലുകളിലും എല്ലാ തട്ടുകടകളിലും ഒക്കെ കയറുന്ന സ്വഭാവക്കാരാണ്. അപ്പോൾ ഒരു തട്ടുകടയിൽ നിന്ന് അവരത് കഴിച്ച് ശീലിച്ച്, ക്വാളിറ്റിയുള്ള കുരുമുളക് കഴിച്ച് ശീലിച്ചു കഴിയുമ്പോൾ താഴേക്കിടയിലുള്ള തട്ടുകടകളിൽ അവർ ചോദിച്ചു തുടങ്ങുമ്പോൾ അത് എവിടെയാണ് ലഭിക്കുന്നതെന്ന് അവരും അന്വേഷിച്ചു തുടങ്ങുമ്പോൾ നമ്മളുടെ ബ്രാൻഡിനെ കുറിച്ച് അവർക്ക് മനസ്സിലാകും. അതെവിടെ, ആരാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ആ ഒരു ബിസിനസിനെ ഹൈലൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഒരു വലിയ വരുമാനം കണ്ടെത്താൻ സാധിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അതിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് മാക്സിമം നിങ്ങളുടെ ഐഡിയ പ്രയോഗിക്കുക. ബാർ ഹോട്ടലൊക്കെ ആണെങ്കിൽ അവരുടെ പർച്ചേസ് മാനേജറെ കണ്ട് അവരുമായിട്ട് സംസാരിച്ച് നിങ്ങളത് മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
ഹൗസ് ബോട്ടിലാണ് മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ ഹൗസ് ബോട്ടിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്രൂപ്പിൽ നിങ്ങൾ സാമ്പിൾ കൊടുത്തുകൊണ്ട് അതിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് കഴിയുമ്പോൾ അവിടെ ഇത് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതവിടെ എങ്ങനെയാണ് എത്തിക്കുന്നതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എവിടെയാണോ സ്വന്തമായിട്ട് മാർക്കറ്റ് കണ്ടെത്തുന്നത്, ഉദാഹരണത്തിന് ആലപ്പുഴയിൽ ഒരുപാട് ഹൗസ് ബോട്ടുകളുള്ള മേഖലയാണ്. ഏകദേശം 100-300ഓളം ഹൗസ് ബോട്ടുകൾ അവിടെയുണ്ട്. കാരണം അവിടെ എല്ലാം ആ ഹൗസ് ബോട്ടുകളിലെല്ലാം ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഡ്രിങ്ക്സ് അടിക്കാൻ വരുന്നവർക്ക് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ നിങ്ങളത് അവിടെ മാർക്കറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും അതവിടെ കൊടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അവിടെ ഇത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് ഒരാളെ കണ്ടെത്തി അയാളിലേക്ക് ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അവിടെ എല്ലാം സപ്ലൈ ചെയ്തോളും. നിങ്ങൾക്ക് ഈ വ്യക്തിക്ക് മാത്രം കൊടുത്താൽ മതി. അപ്പൊ അദ്ദേഹത്തിനും ഒരു മാർജിൻ കിട്ടുന്ന രീതിയിലായിരിക്കണം അതിന്റെ MRP നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും, ഹോട്ടലുകളിലാണെങ്കിലും തട്ടുകടകളിലാണെങ്കിലും എവിടെ എല്ലായിടത്തും ഈ നിങ്ങൾക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്താൻ സാധിച്ചാൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഇത് പാക്ക് ചെയ്താണ്. അപ്പോൾ നിങ്ങൾ ഇത് മാർക്കറ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റ് ചെയ്യുമ്പോൾ ആരെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. ഈ ടാർഗറ്റ് ചെയ്ത എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ലീഡ് കണ്ടെത്തുന്നതിനൊക്കെ ഒരു സംവിധാനങ്ങളുണ്ട്. അപ്പം ഹൗസ് ബോട്ട് മേഖലയിലാണെങ്കിൽ ഹൗസ് ബോട്ടിലെ ഡ്രൈവർമാര്, ഹൗസ് ബോട്ടിന്റെ ഓണർമാര്, ഇവരിലേക്ക് ഈ പ്രോഡക്റ്റിനെ അവർക്ക് പരിചയപ്പെടുത്താനുള്ള സംവിധാനം ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. അത് പ്രയോജനപ്പെടുത്തുക. ഏത് മേഖലയിലാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ മേഖലയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അധികം വലിയ മൊബൈൽ മുടക്കൊന്നും വേണ്ട. ഏകദേശം 100 രൂപ, 150 രൂപ, 1000 രൂപയിലൊക്കെ ഇത് മാർക്കറ്റ് ചെയ്യാം. അതൊരു ഏജൻസി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ 100 രൂപ മേടിച്ചാൽ 20 രൂപ പോലും മാർക്കറ്റ് ചെയ്യത്തില്ല. അവർ കുറ്റം പറയുന്നില്ല, അവരുടെ ആ രീതി അങ്ങനെയാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അറിയത്തില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തുക. സ്റ്റഡി നടത്തിയിട്ട് നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക. 1000 ലൈക്കാണ് ഞാൻ ഓരോ വീഡിയോയ്ക്കും ആഗ്രഹിക്കുന്നത്. എന്റെ വീഡിയോസ് കണ്ടുകൊണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, താങ്ക് യു.